ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് കൃഷ്ണയുടെ കഥയുടെ 4ാം ഭാഗമാണ്. കൃഷ്ണ ആ മുറി ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ഒരു കാൽപാദത്തിൻ്റെ സ്വരം കേട്ടു. ഒപ്പം വാതിലടഞ്ഞു. കൃഷ്ണ തിരിഞ്ഞു നോക്കി. കൃഷ്ണ ആകെ പേടിച്ചു. അവളുടെ മുന്നിൽ രാഹുൽ നിൽക്കുന്നു. എന്താ പെണ്ണെ, എൻ്റെ റൂമിൽ നിനക്ക്? ഏയ് ഒന്നുമില്ല, ഞാൻ നിമിഷയുടെ കൂടെ വന്നതാ. എന്തിനാ വാതിലടച്ചേ? തുറക്ക്, എനിക്ക് പുറത്ത് പോകണം. എൻ്റെ റൂമാണ്, ഞാൻ അടയ്ക്കും തുറക്കും. നീ വേണമെങ്കിൽ തുറന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഇവിടെ നിന്നോ. കൃഷ്ണേ കൃഷ്ണേ, നീ എവിടാ? നിമിഷ വിളിച്ചു. എൻ്റെ അമ്മേ, ദേ നിമിഷ വിളിക്കുന്നു. മാറി നിന്നേ, അവിടുത്തെ നിങ്ങൾ മാറ്. വാതിൽ തുറന്ന് കൃഷ്ണ ഓടി. രാഹുൽ ചിരിച്ചു. എവിടെയാർന്നൂടി നീ? നിമിഷ ചോദിച്ചു. ഏയ് ഇല്ലടാ, ഞാൻ നിൻ്റെ വീടൊക്കെ ചുറ്റി നടക്കാറുന്നു. ആ വാ, നമുക്ക് പായസം കുടിക്കാം. ശരി ആൻറ്റി, ഞാൻ പോവാണ്. നിമിഷേ, നാളെ രാവിലെ കാണാട്ടോ. മോളെ അവിടെ നിൽക്ക്, ഈ പാത്രം പിടിച്ചോ, കുറച്ച് പായസമാണ്. സുമയ്ക്കും മേനോൻ ചേട്ടനും ഉള്ളതാ, നീ കൊടുത്തോളോ. ശരി ആൻറ്റി, ഞാൻ പോയി വരാട്ടോ. കൃഷ്ണ പാത്രവുമായി ഇറങ്ങി. തിരിഞ്ഞു പോകുന്നേരം രാഹുലിനെ ഒന്ന് നോക്കി ചിരിച്ചു അവൾ. രാഹുലും ചിരിച്ചു. അവൾ ഇറങ്ങി. നടന്നു പോകുന്നേരം അവളുടെ കൊലുസിൻ്റെ സ്വരം കേൾക്കാമായിരുന്നു. രാഹുൽ അവൾ പോകുന്നത് നോക്കി നിന്നു. വീടെത്തി. അമ്മായി, ഇതാ പായസം, ആൻറ്റി തന്നതാണ്. ആ, നീ അവിടെ വെച്ചേക്ക് മോളെ. പിന്നീട് മുറിയിലെത്തിയ കൃഷ്ണ രാഹുലിനെ കുറിച്ച് ഓർത്തു. ടേബിളിനടുത്തെത്തി അവൾ ഡയറി എഴുതാൻ തുടങ്ങി. എനിക്കും രാഹുൽ ചേട്ടനെ ഇഷ്ടമാണ്, പക്ഷേ തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. പക്ഷെ ആളൊരു പാവാണ്, എന്നാൽ കലിപ്പനുമാണ്. പെട്ടെന്നാ ദേഷ്യം വരുന്നത്, അതെനിക്ക് പേടിയാണ്. പക്ഷേ എനിക്കും ഇഷ്ടം തോന്നുന്നുണ്ട്. ആൾ അടുത്തെത്തുമ്പോൾ തന്നെ എഴുതിയത് അവൾ നിർത്തി. പേന അവൾ മേശപ്പുറത്ത് വെച്ചു. ഡയറി അടച്ചു. ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. പുറത്ത് ഇരുട്ട് തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ജനലിൻ്റെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നു. കൃഷ്ണ പേടിച്ച് ഓളിടാൻ തുടങ്ങി. അമ്മായി ഓടി വന്നു. എന്താ മോളെ, എന്തെങ്കിലും കണ്ട് പേടിച്ചോ നീ? ഇല്ല അമ്മായി, പെട്ടെന്ന് ഞാനൊന്ന് വീണതാ. കൃഷ്ണ ഇടക്കണ്ണിലൂടെ ജനലിലേക്ക് നോക്കി. ആരെയും കണ്ടില്ല. മോള് നാമം ജപിച്ച് കിടന്നോ? അല്ലെങ്കിൽ പേടിയാണെങ്കിൽ ഞാൻ ഇവിടെ കിടക്കണോ? വേണ്ട അമ്മായി, ഞാനിവിടെ കിടന്നോളാം. അമ്മായി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. കൃഷ്ണ വേഗം പോയി വാതിൽ കുറ്റിയിട്ടു. ജനലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഒന്നും കാണാനില്ല. ഇനി എനിക്ക് തോന്നിയതാകോ? ദാ അപ്പോൾ തന്നെ ഒരാൾ മുന്നിൽ. ജനൽ കമ്പിയുടെ ഇടയിലൂടെ കൃഷ്ണയുടെ വായ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടി പെണ്ണെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്കെന്താ അത് മനസ്സിലാക്കാത്തേ? ഇനി ഞാൻ ഏതു ഭാഷയിലാണ് നിന്നോട് പറയുക? ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ് ഈ റിസ്ക് എടുത്ത് ഇവിടെ വന്നത്, അതും ഈ രാത്രിയിൽ. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. ഇല്ലെങ്കിൽ നീ എൻ്റെ കാര്യം അമ്മയോട് പറയേണ്ടതല്ലേ. കൃഷ്ണ തുറിച്ച കണ്ണുകളോടെ രാഹുലിനെ നോക്കി നിന്നു. എന്തായാലും എനിക്ക് നിൻ്റെ മറുപടി വേണം. യെസ് ആയാലും നോ ആയാലും. ഞാൻ അടുത്ത മാസം പോവാണ് ഡൽഹിയിലേക്ക്. പിന്നെ കാണാൻ കഴിയില്ല. മറുപടി പറയണം. കൃഷ്ണ നോക്കി നിന്നു. കൃഷ്ണയുടെ കണ്ണിൻ്റെ ഇമ വെട്ടുന്നില്ലായിരുന്നു. ശരി, ഞാൻ പോവാ കൃഷ്ണ. നീ ആലോചിച്ച് തീരുമാനം എടുക്കണം. ഞാൻ പോവാണിപ്പോൾ. കൃഷ്ണ തലയാട്ടി. രാഹുൽ പോയതും കൃഷ്ണ വേഗം ജനലിൻ്റെ കതക് അടച്ചു. എന്നിട്ട് കൈകൾ നെഞ്ചോട് ചേർത്ത് നിന്നു. അവളുടെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾ വായ പൊത്തിപ്പിടിച്ചു. പേടിച്ചായിരുന്നു അവൾ ഇരുന്നത്. കൃഷ്ണ കട്ടിലിൽ വേഗം പോയിരുന്നു. രാഹുലിനെ കുറിച്ച് ഓർത്തു. കൈകൾ ശരിയായോ ആവോ? അന്ന് കൈമുറിഞ്ഞതായിരുന്നു. ഞാൻ എന്തിനാ ഇപ്പോൾ ആളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നേ? അമ്മയോട് പറയായിരുന്നില്ലേ? ശരിക്കും ഇനി എനിക്കിഷ്ടമാണോ? അവൾ പൊടുന്നനെ ഒരു പേപ്പർ എടുത്ത് ഒരു സൈഡിൽ യെസ് എന്നും ഒരു സൈഡിൽ നോ എന്നും എഴുതി. എന്നിട്ട് മുകളിലേക്ക് എറിഞ്ഞു. ആ പേപ്പർ താഴെ വന്ന് വീണു. യെസ് എന്നായിരുന്നു. അവളൊന്ന് പുഞ്ചിരിച്ചു. ശരി, രാഹുലിനോട് തൻ്റെ ഇഷ്ടം പറയണം. അവളത് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം അവൾ നിമിഷയുടെ വീട്ടിലെത്തി. നിമിഷ അവളെ നോക്കി ഇന്ന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഓ, നീ ഇന്ന് നേരത്തെയാണല്ലോടി. കൃഷ്ണ ചിരിച്ചു. ഒപ്പം വീടിൻ്റെ ഉമ്മറത്ത് രാഹുലും ഇരിപ്പുന്നുണ്ടായിരുന്നു. കൃഷ്ണയെ കണ്ടതും നിമിഷ പറഞ്ഞു,
ശരി ഏട്ടാ, ഞങ്ങൾ പോയി വരാം. നിമിഷ നടന്നു തുടങ്ങി. കൃഷ്ണ രാഹുലിനെ തിരിഞ്ഞു നോക്കി, എന്നിട്ട് തലയാട്ടി പോവാ എന്ന് പറഞ്ഞു. രാഹുലിന് ആകെ സന്തോഷമായി. രാഹുലും ചിരി തുടങ്ങി. അങ്ങനെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു വരുന്ന വഴി രാഹുലും പുറത്തുണ്ടായിരുന്നു. നിമിഷ പോയതിനു ശേഷം രാഹുൽ കൃഷ്ണയുടെ കൂടെ നടന്നു. കൃഷ്ണ ചോദിച്ചു, മുറിവ് വേദനിച്ചോ? രാഹുൽ ചോദിച്ചു, ഏത് മുറിവ്? അന്ന് വളപ്പൊട്ടി മുറിഞ്ഞത്. എപ്പോഴേ അതൊക്കെ പോയി പെണ്ണേ. എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ നീയേ? എന്താ ഒരു സഹതാപം നിനക്ക്? ഏയ്, മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ വള കൊണ്ടല്ലേ മുറിഞ്ഞത്, അതുകൊണ്ടാ ചോദിച്ചത്. ഏയ്, അതൊക്കെ മാറി കൃഷ്ണേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നാളെ നീ ആൽത്തറ ചൂട്ടിൽ വരുമോ രാവിലെ? ഞാൻ കാത്തിരുന്നോട്ടെ? നീ വരുമോ? മറുപടി പറ. കൃഷ്ണ തലയാട്ടി, എന്നിട്ട് ചിരിച്ചു ഓടിപ്പോയി. അപ്പോഴും കൊലുസിൻ്റെ സ്വരം കേൾക്കാമായിരുന്നു. അവൾ മാനു പോകുന്നവരെ രാഹുൽ അവളെ തന്നെ നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ തന്നെ രാഹുൽ മുണ്ടും ഷർട്ടും എടുത്ത് ആൽത്തറ ചൂട്ടിൽ പോയി കൃഷ്ണയെ നോക്കിയിരുന്നു. നേരമായിട്ടും കൃഷ്ണ എത്തിയില്ല. രാഹുലിന് ആകെ സങ്കടമായി. ഇനി ആ പെണ്ണെന്നെ പറ്റിക്കുമോ? ഏയ്, അവൾ പറ്റിക്കില്ല. പെട്ടെന്ന് കൊലുസിൻ്റെ സ്വരം കേട്ടു തുടങ്ങി. രാഹുൽ തിരിഞ്ഞൊന്ന് നോക്കി. അതാ കൃഷ്ണ. ഹായ് ഫ്രണ്ട്സ്, കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.